അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖാല അൽ മുസന്നിഫു അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫി അഖീദത്തിഹി വനുഅ്മിനു ബി അശ്റാത്തി സ്സാഅ മിൻ ഖുറൂജി ദജ്ജാൽ വനുസൂലി ഈസ ഇബ്നു മർയം അലൈഹിസ്സലാം മിനസ് സമാ വനുഅ്മിനു ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ വഖുറൂജി ദാബത്തിൽ അർളി മിൻ മൗദിഇഹാ. കഴിഞ്ഞ ദർസിൽ ഔലിയാക്കളെ സംബന്ധിച്ചും ജ്യോത്സ്യന്മാരെ സംബന്ധിച്ചുമൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇമാം അബൂ ജഅഫർ അത്ത്-തഹാവി നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണത്. അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസകാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം പണ്ഡിതന്മാർ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസവും അതോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളും അവയിലുള്ള വിശ്വാസവും. ഫഹൽ യൻദുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഗ്ത. പെട്ടെന്നൊരു ദിവസം ഖിയാമത്ത് നാൾ വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത്? ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങളൊക്കെ സമാഗതമായി കഴിഞ്ഞു. ഫഅന്നാ ലഹും ഇദാ ജാഅത്തുഹും ദിക്റാഹും, ഇപ്പോൾ ഉത്ബുദ്ധരാവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഖിയാമത്ത് നാൾ വന്നാലും അവർക്ക് ഉത്ബോധനം ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഖിയാമത്ത് നാൾ പൊടുന്നനെ വരുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരം ആയത്തുകളിലൂടെ ഖിയാമത്ത് നാളിന് മുമ്പായി സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെയും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതിൻ്റെയും പ്രാധാന്യം വിശ്വാസികളെ വിശുദ്ധ ഖുർആനും ഹദീസും ഉണർത്തുകയാണ്. കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം ആയത്തുകൾക്കും വചനങ്ങൾക്കും പ്രതിപാദ്യങ്ങൾക്കും വിരുദ്ധമല്ല ഖിയാമത്ത് നാളിന് അതിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അടയാളങ്ങൾ ഉണ്ടാവുക എന്നത്. അഹ്ലുസുന്നയിൽ പെടാത്ത പല കക്ഷികളും അതിനെ നിഷേധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഖിയാമത്ത് നാൾ പെട്ടെന്ന് സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിലുള്ള അടയാളങ്ങളായി പരിചയപ്പെടുത്തിയവയെല്ലാം ഖുർആനിൻ്റെ ആ പ്രസ്താവനയ്ക്കെതിരായതിനാൽ ഖുർആനിനെതിരായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാർ ഹദീസുകളിൽ വന്നിട്ടുള്ള ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ നിഷേധിച്ചതായി കാണാൻ പറ്റും. ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ഇസ്ലാഹി പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് റഷീദ് റിള റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് അബ്ദു, അവരെല്ലാം അത്തരത്തിലുള്ള ചിന്താഗതിക്കാരായിരുന്നു എന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാറിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇറങ്ങലിനെയും മസീഹുദ് ദജ്ജാലിൻ്റെ വരവിനെയുമൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം വിശുദ്ധ ഖുർആനിനെതിരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഖുർആൻ പറയുന്നത് ഖിയാമത്ത് നാൾ പെട്ടെന്ന് സംഭവിക്കുമെന്നാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഈസാ നബി അലൈഹി ഇസ്ലാം വരും എന്ന് പറഞ്ഞാൽ പിന്നീട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ അത്തരം ഹദീസുകൾ ഖുർആനിനെതിരായതിനാൽ തള്ളിക്കളയണമെന്നാണ് മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും പറയുകയുണ്ടായത്. പക്ഷേ റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പിന്നീട് അവസാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും മഹദി ഇമാമിനെ സംബന്ധിച്ചും മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ചുമൊക്കെ വന്ന ഹദീസുകൾ ഇസ്ലാമിക ലോകത്തെ പ്രതിപാദന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്തതാണ്. അവയെല്ലാം ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിന്താപരമായ ഒരു അരക്ഷിതാവസ്ഥയിൽ എത്തുന്നത് തഫ്സീറുൽ മനാറിൽ നമുക്ക് വായിക്കാൻ പറ്റും. അഖിലാനികളെ സംബന്ധിച്ചിടത്തോളം മുഅ്തസിലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഖുർആനിനെതിരായ ഹദീസുകൾ തള്ളിക്കളയുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുകയും അതല്ലെങ്കിൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതിന് പകരം അവർ ഖുർആനിലെ ആയത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യത്തിനെതിരാണ് ഹദീസിൽ വന്നതെങ്കിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. അതേപോലെ തന്നെ ബുദ്ധിക്ക് എതിരായ ഹദീസുകളും തള്ളിക്കളയുന്ന സിദ്ധാന്തങ്ങൾ അവർക്കിടയിൽ വ്യാപകമാണ്. നമ്മളുടെ ഈ ക്ലാസ്സിൽ തന്നെ പല സന്ദർഭങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഫിത്തനയും കുഴപ്പങ്ങളും ഉണ്ടാകാൻ കാരണം അത്തരം ചിന്താഗതികളായിരുന്നു എന്നുള്ളതാണ് ശരി. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ
അള്ളാഹു ഖിയാമത്ത് നാളിന് അടയാളങ്ങളുള്ളതായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നാമതായി നമ്മളിപ്പോൾ കേൾപ്പിച്ച ആയത്ത് ഫഹൽ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇഖ്തറബത്തിസ് സാഅത്തു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ സമാഗതമായി, ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായി അള്ളാഹു കാണിച്ചു കൊടുത്തതാണ്. അഖിലാനികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ തലേ ദിവസം ചന്ദ്രൻ പിളർന്നതിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ താറുമാറാവുകയും അള്ളാഹു അതിനെ നശിപ്പിക്കുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ആ പ്രതിപാദിക്കുന്നത് എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിൻ്റെ വിദൂരത്തുള്ള അടയാളങ്ങളിൽപ്പെട്ടതാണ് ചന്ദ്രൻ പിളരുക എന്നത്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഫൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബത്തൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. ഖിയാമത്ത് നാളിന് മുമ്പായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നൊരു പ്രത്യേകതരം ജീവിയെ പുറപ്പെടുവിക്കും. ആ ജീവി മനുഷ്യന്മാർക്കിടയിലൂടെ നടക്കുകയും മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് പറയുകയും അങ്ങനെ വിശ്വസിക്കാത്ത അവിശ്വാസികളുടെ നെറ്റിയിൽ ആ ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ജന്തു അല്ലെങ്കിൽ ജീവി അടയാളം വെക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ വന്ന പ്രസ്താവനകൾ ഏത് രൂപത്തിലാണ് അവർ വ്യാഖ്യാനിക്കാറുള്ളത്, വിശദീകരിക്കാറുള്ളത്? ആ രൂപത്തിൽ തന്നെ ഹദീസിൽ വന്ന പ്രസ്താവനകളും വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതില്ലാതെ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകൾ നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ അബദ്ധമാണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്നാമതായി ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പണ്ഡിതന്മാരതിൻ്റെ വൈപുല്യം കണക്കെടുത്തുകൊണ്ട് 2-3 രൂപത്തിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകളുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് സഹിയായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ഈമാനിൻ്റെ വർധനവിന് കാരണമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇസ്ലാം ദീനിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും സത്യസന്ധതയ്ക്ക് തെളിവ് കൂടിയാണ്, സാക്ഷ്യങ്ങൾ കൂടിയാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പുലർന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച കാര്യങ്ങൾ ഭൂമുഖത്ത് സംഭവിക്കുന്നത് കാണുമ്പോൾ വിശ്വസിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മുന്നറിയിപ്പാണ് അത്തരം അടയാളങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മളത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരതിനെ തരംതിരിച്ചായി കാണാൻ പറ്റും. ഒന്നാമത്തത് ചെറിയ അടയാളങ്ങൾ, അതല്ലെങ്കിൽ ലഷറാത്തുൽ ബഈദ, വിദൂരത്തുള്ള അടയാളങ്ങൾ എന്നാണ് പറയാറുള്ളത്. 100 കണക്കിന് അടയാളങ്ങൾ ഹദീസുകളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അലാമത്തുകളായി നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ഔഫ് ഇബ്നു മാലിക് അശ്ശഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിന് മടങ്ങുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോൽ കുബ്ബയിൽ ടെൻറ്റിൽ ഇരിക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉഅദുദ് സിത്തൻ ബൈന യദൈ സാ, നിങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ മുൻപിൽ 6 കാര്യങ്ങൾ സംഭവിക്കുന്നത് പ്രതീക്ഷിക്കുക. ഒന്നാമത് മൗത്തി, എൻ്റെ മരണമാണ്. വേറെ ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, എൻ്റെ നിയോഗമനവും ഖിയാമത്ത് നാളിലും അടുപ്പിച്ചാണ് എന്ന് 2 വിരലുകൾ അടുപ്പിച്ച് പിടിച്ച് പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തും ഖിയാമത്ത് നാളിലെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. സുമ്മ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, പിന്നൊരു അടയാളത്തിൽപ്പെട്ടതാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കുന്നത്. ഹിജറ 800-ലാണ് മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത്. AD 1450-കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ടാമത്തെ അടയാളത്തിന് പിന്നീട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സുമ്മ മൂത്താനുൻ യഖുദു ഫീക്കും കഖുആസിൽ ഗനം, പിന്നീട് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ മരണം, ആടുമാടുകൾക്കൊക്കെ വിഷം ബാധിച്ച രൂപത്തിൽ പെട്ടെന്ന് അവ നിലത്ത് കുഴഞ്ഞു വീഴുകയും ചത്തുപോവുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. ആ രൂപത്തിൽ മാനവരാശിക്കിടയിൽ വ്യാപകമായുള്ള മരണം. സുമ്മ ഇസ്തിഫാദത്തുൽ മാൽ, പിന്നീട് പണപ്പെരുപ്പം. ഹത്താ യുഅ്തറജുലു 100 ദീനാറിൻ ഫയദല്ലു സാഖിത്ത, മനുഷ്യന്മാർക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താൽ പോലും അവന് മതിയാവാതെ അവൻ കോപിക്കുന്നൊരവസ്ഥ. സുമ്മ ഫിത്നത്തുൻ ലാ യബ്കാ ബൈത്തും മിനൽ അറബി ഇല്ലാ ദഖലത്തുഹു, പിന്നീട് ഒരു ഭൂമിയിലൊരു കുഴപ്പം സംഭവിക്കും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ലാ യബ്കാ ബൈത്തും മിനൽ അറബി ഇല്ലാ ദഖലത്തുഹു, അത് ഒരു മുസ്ലിമിൻ്റെയും വീട് അവശേഷിപ്പിക്കാതെ പ്രവേശിക്കും. മുഴുവൻ വിശ്വാസികളുടെ വീട്ടിലും ആ കുഴപ്പമെത്തും. അപ്പോൾ മിംബാബി ഔല, കൂടുതൽ സാധ്യതയുള്ളത് അവിശ്വാസികളുടെ വീട് മുഴുവൻ അത് പ്രവേശിക്കും. അതിന് പുറമെ മുഅ്മിനീങ്ങളുടെ വീട്ടിലും അത് പ്രവേശിക്കും. സുമ്മ ഹുദ്നത്തുൻ തകൂനു ബൈനകും വബനിൽ അസ്വർ,
പിന്നീട് നിങ്ങളും വെള്ളക്കാരും തമ്മിൽ ഒരു സന്ധിയിലെത്തിച്ചേരും. ഫയഖ്ദിറൂൻ, പിന്നീട് ആ യൂറോപ്യന്മാർ ആ കരാർ ലംഘിക്കുകയും ഫയഅ്തൂനക്കും തഹ്ത 80 ഗായ, 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പതാകകളുമായി തഹ്ത കുല്ലി ഗായത്തിൻ 12 അൽഫ, ഓരോ രാജ്യത്തു നിന്നും 12,000 സൈന്യങ്ങളുമായി അവർ നിങ്ങൾക്കെതിരെ പൊരുതാൻ വരും എന്നൊക്കെ ഇമാം ബുഖാരി തിരിച്ച ഹദീസ് കാണാൻ പറ്റും. ഇതിൽ വ്യത്യസ്തങ്ങളായ അടയാളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവയെല്ലാം ഖിയാമത്ത് നാളിന് വളരെ വിദൂരത്തുള്ളതോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ സംഭവിക്കാവുന്നതാണ്. വേറെയും ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ വിശദീകരിച്ചാൽ കാണാൻ പറ്റും. അവയൊക്കെ ചെറിയ അടയാളങ്ങൾ എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. നേരത്തെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഇഖ്തറബത്തിസ് സാഅത്തു വൻശഖൽ ഖമർ, ആ സമയം സമാഗതമായി ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഒരു തെളിവ് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്ത സംഭവത്തിലേക്കാണ് അതിൽ സൂചന നൽകുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചൊരു കാര്യമാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീ, ആ തീയുടെ വെളിച്ചത്തിൽ സിറിയയിലെ ഒട്ടകങ്ങളുടെ കഴുത്തുകൾ പോലും കാണാൻ പറ്റുന്ന രൂപത്തിൽ അത് പ്രകാശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇമാം നവവി പറയുകയാണ്, ഖറജത്ത് ഫി സമാനിന നാറും ബിൽ മദീന സനത്ത് 40 50 600, ഹിജറ വർഷം 654 മദീനയിൽ ഒരു തീ പുറപ്പെടുകയും ആ തീയുടെ വെളിച്ചത്തിൽ ആളുകൾ ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ വെളിച്ചം സിറിയ വരെ കാണുന്ന രൂപത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുകയും അതിൻ്റെ മുകളിലേക്കുള്ള കത്തലിൽ അതുവരെ പ്രകാശിക്കുകയും ചെയ്തു എന്ന് ഇമാം നവവി പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളുടെ രണ്ടാമത്തെ ഇനം ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുകയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടയാളങ്ങളാണ്. ഖിയാമത്ത് നാളിന് മുമ്പേ സംഭവിക്കുകയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടയാളങ്ങളാണ്. അവയിൽ പലതും സംഭവിച്ചിട്ടുണ്ട്, ഇനിയും ആവർത്തിച്ചേക്കാം. ഖിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് വരെ അത് ആവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള അടയാളങ്ങൾക്കാണ് അൽ ഇമാറാത്തുൽ മുതവസ്സിത എന്ന് പലപ്പോഴും പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്. ഏതൊക്കെയാണ് ആ അടയാളങ്ങൾ? അത്തരം അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയും ചെയ്തു, മൽ മസ്ഊലു അൻഹാ അഅലമു മിനസ്സായിൽ, ചോദിക്കുന്നവനേക്കാൾ ചോദിക്കപ്പെട്ട മറുപടി പറയുന്നവന് അതിനെ സംബന്ധിച്ച് അറിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയുണ്ടായി, എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൻ തലിദൽ അമത്തു റബ്ബതഹ വൻ തറൽ ഹുഫാത്തൽ ഉറാത്ത റുആത്ത ഷാഇ യതതാവലൂന ഫിൽ ബുനിയാൻ, യജമാനത്തിയെ അടിമ സ്ത്രീ പ്രസവിക്കലാണ് ഒന്നാമത്തേത്. പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അടിമകളുടെ വിമോചനം ലോകവ്യാപകമായി സംഭവിക്കുകയും പിന്നീട് അടിമ സമ്പ്രദായം നിർത്തലാക്കപ്പെടുകയും അവരിൽ നിന്ന് പിന്നീട് ഭരണാധികാരികളും നേതാക്കന്മാരും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് എന്നൊക്കെ വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. അതല്ല, സമൂഹത്തിലെ താഴ്ന്ന കടയിലുള്ള ആളുകൾ ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അടയാളമായി ആ ഹദീസിൽ പറയുന്നത്, ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത ആടുകളെ മേച്ച് നടന്നിരുന്ന ആളുകൾ യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങളുടെ ഉയരത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കലാണ് എന്നാണ്. ഇന്ന് പല സമ്പന്ന രാജ്യങ്ങളിലും അറബി നാടുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് ആ തരത്തിലുള്ള ഒരു മത്സരം തന്നെയാണ്. ഇവയെല്ലാം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അത് ആവർത്തിച്ചു വരുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇതിൽ പലതും ഒരു തവണ മാത്രം സംഭവിക്കുന്നതല്ല, പലപ്പോഴും ആവർത്തിക്കുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിരവധി കള്ളന്മാരുടെ പുറപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ തഖൂമുസ്സാഅ ഹത്താ യുബ്അസ ദജ്ജാലൂന കദ്ദാബൂൻ ഖരീബൻ മിൻ 30. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല 30ഓളം ദജ്ജാലുകൾ പുറപ്പെടുന്നതുവരെ. മസീഹു ദജ്ജാലല്ല, കള്ളന്മാർ, പെരുങ്കള്ളന്മാർ. ഖരീബൻ മിൻ 30, 30ഓളം ആളുകൾ. കുല്ലുഹും യസ്അമു അന്നഹു റസൂലുള്ളാഹ്, അവരൊക്കെ വാദിക്കുന്നത് അവരെല്ലാം നബിമാരാണ് എന്നാണ്. പ്രവാചകത്വം വാദിക്കുന്ന ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധരാകുന്ന 30 ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതല്ലെങ്കിൽ നിരവധി ആളുകൾ പ്രവാചകത്വവുമായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ തഖൂമുസ്സാഅ ഹത്താ യുഹ്സറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബ്, ടൈഗ്രീസ് നദി അതിൻ്റെ നടുവിൽ നിന്ന് ഒരു സ്വർണത്തിൻ്റെ മല പുറത്തു വരുന്നതുവരെ
ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഇങ്ങനെയുള്ള സാമ്പത്തികാവസ്ഥയൊക്കെ പല സന്ദർഭങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ടതാണ് ഫിത്നയുടെ ആധിക്യം. ആദ്യം പറഞ്ഞ ചെറിയ അടയാളങ്ങളിൽ പോലെ തന്നെ ഫിത്ന പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്ന ബൈന യദൈ സാഅത്തി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, കാളരാത്രിയിലെ കട്ട പിടിച്ച കൂരിരുട്ട് പോലെ അന്ധകാര നിബിഡമായ ഫിത്നകൾ വരാൻ പോകുന്നു. യുസ്ബിഹുർ റജുലു മുഅ്മിന, രാവിലെ മുഅ്മിനായി ജീവിച്ച മനുഷ്യൻ യുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്ക് നിഷേധം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുസ്ലിമായവൻ രാവിലെയാകുമ്പോഴേക്ക് കാഫിറായി മാറുന്ന അവസ്ഥ വരും എന്നൊക്കെ വിശ്വാസിമാതകൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതൊക്കെ പലപ്പോഴും ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഫിത്നകളിൽപ്പെട്ടതാണ്. അതേപോലെ ഹദീസിൽ വന്നതാണ് അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിനോട് ആളുകൾ ചോദിക്കുകയുണ്ടായി, അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവല അൽ ഖുസ്തന്തീനിയത അം റൂമിയ, ഏത് നഗരമാണ് മുസ്ലിങ്ങൾ ആദ്യമായി കീഴടക്കുക, റോമാണോ അതല്ല കോൺസ്റ്റാന്റിനോപ്പിളാണോ? ഫദഅ അബ്ദുല്ലാഹി ബി സുന്ദൂഖിൻ ലഹു ഹലക്, ഉടനെ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ. ആ ഇരുമ്പ് പെട്ടി കൊണ്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു മക്കളോട്, ആരോടോ. അവർ വീട്ടിൽ കയറിയിട്ട് ആ പെട്ടി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം എഴുതിയ ഹദീസ് ഗ്രന്ഥം അല്ലെങ്കിൽ ആ താളുകൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അതിൽ നോക്കി വായിക്കുകയാണ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ നക്തുബു, ഞങ്ങൾ എഴുതാറുണ്ടായിരുന്നു ഹദീസുകൾ. ഇത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചോദ്യം അള്ളാഹുവിൻ്റെ ദൂതരോട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവല, ഏത് നഗരമാണ് മുസ്ലിങ്ങൾ ആദ്യം കീഴടക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മദീനത്തു ഹിറക്കൽ, ഹിർക്കലിൻ്റെ നഗരമായ കോൺസ്റ്റാന്റിനോപ്പിളാണ് മുസ്ലിങ്ങൾ ആദ്യമായി കീഴടക്കുക, യാനി അൽ ഖുസ്തന്തീനിയ. പിന്നീട് മുസ്ലിങ്ങൾ റോം കീഴടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതിന് ശേഷം 8 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദുൽ ഫാത്തിഹ് എന്ന യുവാവിലൂടെ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ കീഴടക്കുന്നത്. ഇപ്പോഴും റോം മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടില്ല. ഖിയാമത്ത് നാളിന് മുമ്പ് മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ, അതായത് വെള്ളക്കാരും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ഇസ്ലാമിൻ്റെ പതാക റോമിൽ ഉയരുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലതുഖാതിലുന്ന ബനിൽ അസ്ഫർ ഔ യുഖാതിലുഹും മൻ ബഅദകും മിനൽ മുസ്ലിമീൻ, നിങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ പിന്മുറക്കാരോ വെള്ളക്കാരോട് പോരാടുക തന്നെ ചെയ്യും, നിങ്ങൾ റോം കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലയബ്ലുഗന്ന ഹാദിൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ, സൂര്യൻ ഉദിക്കുന്ന രാവും പകലും സംഭവിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഇസ്ലാം ദീൻ എത്തുക തന്നെ ചെയ്യും. അഭിമാനമുള്ളവൻ്റെ അഭിമാനത്തോടെയും നിന്ദിക്കേണ്ടവനെ നിന്ദിച്ചുകൊണ്ടും അവിടെ ഇസ്ലാം എത്തുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ആവർത്തിച്ചു വരുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഒന്നിലധികം തവണ സംഭവിച്ചേക്കാവുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അവസാനമായി ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ, അതായത് ഖിയാമത്ത് നാളിനോട് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന അടയാളങ്ങൾക്കാണ് അൽ അലാമാത്തു സാഅത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ശരിക്ക് ഇമാം അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വനുഅ്മിനു ബി അശ്റാത്തി സ്സാഅ, നാം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നു. മിൻ ഖുറൂജി ദജ്ജാൽ, മസീഹു ദജ്ജാലിൻ്റെ പുറപ്പാട്. വനുസൂൽ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ വരവ്. വനുഅ്മിനു ബി തുലൂഇ ശംസി ബി മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് തിരിച്ചുദിക്കുന്നത്. വ ഖുറൂജു ദാബത്തുൽ അർള്, ദാബത്തുൽ അർളിൻ്റെ പുറപ്പാട്. ഇവയെല്ലാം ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത, അതൊന്ന് സംഭവിച്ചാൽ പിന്നീട് ബാക്കിയുള്ളതെല്ലാം മാലയുടെ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലെ മുത്തുകൾ പുറത്തേക്ക് വീഴുന്നത് പോലെ പൊടുന്നനെയായിരിക്കും അതൊക്കെ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവനയിലൂടെ 3-4 അടയാളങ്ങൾ മാത്രമാണ് ഇമാം അബൂ ജാഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദാഹരണമെന്ന നിലയിൽ നൽകിയിട്ടുള്ളത്. അതല്ലെങ്കിൽ അവരെല്ലാം വിശ്വസിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പ്രതിപാദിച്ചതുപോലെയുള്ള വിശദമായ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. അവയെല്ലാം നൽകാൻ ഈ ചെറിയ ഗ്രന്ഥത്തിൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഇമാം അവറുകൾ അതിൽ ചില കാര്യങ്ങൾ മാത്രം പ്രതിപാദിച്ചിട്ടുണ്ടാവുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഹുദൈഫത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയാണ്,
ഇത്തല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അവിടുത്തെ ഹുജറത്തു ഷരീഫയിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങളെ തലയിട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾ പള്ളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അവർ പറഞ്ഞു, നദ്കുറുസ്സ, ഞങ്ങൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നഹാലൻ തഖൂമ ഹത്താ തറൂ ഖബ്ലഹ അശറ ആയാത്തിൻ, ഖിയാമത്ത് നാളിന് മുമ്പ് 10 അടയാളങ്ങൾ സംഭവിക്കാതെ അതുണ്ടാവുകയില്ല. ഫദക്കറ ദുഖാന വദ്ദജ്ജാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുകയെ സംബന്ധിച്ച് പറഞ്ഞു. വദ്ദജ്ജാല, മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞു. വദ്ദാബത്ത, ദാബത്തുൽ അർദിനെ പറഞ്ഞു. വതുലൂ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന് പറഞ്ഞു. വനുസൂൽ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി സ്വലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. വയജൂജ വമഅജൂജ്, യജൂജ് മഅജൂജ് വിഭാഗങ്ങളുടെ പുറപ്പാടിനെ സംബന്ധിച്ച് പറഞ്ഞു. വസലാസത്തു ഖുസൂഫിൻ, 3 മഹാഭൂകമ്പങ്ങൾ, ബിൽ മശ്രിഖി വഖസ്ഫും ബിൽ മഗ്രിബി വഖസ്ഫും ബി ജസീറത്തിൽ അറബ്, അറേബ്യയിലും കിഴക്കും പടിഞ്ഞാറും ഉണ്ടാകുന്ന മറ്റ് 2 ഭൂകമ്പങ്ങൾ. വാഹിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ തത്റുദുന്നാസ ഇലാ മഹ്ശരിഹിം, അതിൻ്റെ പരിസമാപ്തിയായിക്കൊണ്ട് യമനിലെ ആദനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീ അത് ജനങ്ങളെ അവരുടെ മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇതാണ് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. ഈ ഹദീസിൽ പറഞ്ഞ ഹസ്ഫ് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾക്ക് മുമ്പ് ആദ്യം സംഭവിക്കുന്നതാണ്. ഹദീസിൽ അതിൻ്റെ തർത്തീബ് പ്രകാരമല്ല സായിമാർ ഉദ്ധരിച്ചിട്ടുള്ളത്. ആദ്യം സംഭവിക്കുന്നത് 3 ഭൂകമ്പങ്ങളാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി സംഭവിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി ചർച്ച നടത്തിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മറ്റ് ഹദീസുകളിൽ വന്ന മഹ്ദി ഇമാമിൻ്റെ വരവ്, കഅബയുടെ തകർച്ച, ഖുർആനിൻ്റെ ഉയർച്ച, അതായത് രാത്രി ഖുർആൻ മടക്കി വെച്ച ആളുകൾ നേരം പുലർന്നു നോക്കുമ്പോൾ കാണുന്നത് മുസ്ഹഫുകളിൽ ഖുർആനിലെ ഒരു അക്ഷരം പോലും ബാക്കിയുണ്ടായിരിക്കുകയില്ല. അവയെല്ലാം വെള്ളക്കടലാസായി അവശേഷിക്കും. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുടെ മനസ്സുകളിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും അതിനെ. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. മിൻഹു ബദഅ, അത് അള്ളാഹുവിൽ നിന്ന് തുടങ്ങി. വ ഇലൈഹി യഊദ്, അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്ന് നമ്മൾ ഈ ദർസിൻ്റെ തന്നെ ആദ്യത്തിൽ പ്രതിപാദിച്ചിരുന്നു. അതാണ് ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു അടയാളം. ഈ 3 കാര്യങ്ങൾ കൂടിയാണ് പണ്ഡിതന്മാർ ചേർത്തുകൊണ്ട് 10 അടയാളങ്ങൾ പ്രതിപാദിക്കാറുള്ളത്. അതിലൊന്നാമത്തേത് ഈ ഹസ്വുകൾ, അതിന് പുറമെ സംഭവിക്കുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് മഹ്ദി ഇമാമിൻ്റെ വരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എൻ്റെ തറവാട്ടിൽ നിന്ന് ഖിയാമത്ത് നാളിന് മുമ്പായി എൻ്റെ പേരും എൻ്റെ പിതാവിൻ്റെ പേരും ഒത്തുവരുന്ന ഒരു മുസ്ലിം ഭരണാധികാരി രംഗപ്രവേശനം ചെയ്യുകയും ഭൂമി മുഴുവൻ അനീതിയും അക്രമവും വ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഭൂമി മുഴുവൻ നീതിയും നിയമവും നടപ്പാക്കി ഭരണം സ്ഥാപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇമാം മഹ്ദി. അദ്ദേഹം വരിക തന്നെ ചെയ്യും. പിന്നീട് ദുഹൂറുൽ മസീഹുദ് ദജ്ജാലിൻ്റെ പുറപ്പാട്. മനുഷ്യരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മസീഹുദ് ദജ്ജാൽ. അവൻ്റെ വിശേഷണങ്ങളൊക്കെ ഹദീസിൽ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വമാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഹദ്ദറ ഖൗമഹു മിൻ മസീഹിദ് ദജ്ജാൽ. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ മുഴുവൻ പ്രവാചകന്മാരും മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഇന്നീല ഉന്തിറുക്കുമു, ഇപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പ്രവാചകനും അവരുടെ ഉമ്മത്തിനെ അറിയിക്കാത്ത തരത്തിൽ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങൾക്ക് മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരാം. അവൻ്റെ അടയാളമെന്ന് പറയുന്നത് മക്തൂബും ബൈന യദൈഹി കാഫറ, അവൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എഴുത്തറിയുന്നവനോ ആയ മുഴുവൻ വിശ്വാസികൾക്കും അത് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ അവൻ്റെ ഒരു കണ്ണ് അതിൻ്റെ സ്ഥാനമില്ലാത്തവനാണ്. സാധാരണ മനുഷ്യന്മാരുടെ മുഖത്തുള്ള 2 കണ്ണുകളിലെ ഒന്നിൻ്റെ സ്ഥാനം മംസൂഹ്, അത് ഇല്ല. ആ കണ്ണിൻ്റെ ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഹോൾഡർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് അവന് മസീഹ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം. 2ാമത്തെ കണ്ണാവട്ടെ അത് ഉണങ്ങിയ കേടുവന്ന മുന്തിരി ചുങ്ങി പുറത്തേക്ക് വരുന്നത് പോലെ പുറത്തേക്ക് തുറിച്ചിരിക്കുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അവനാണ് മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരിൽ ഏറ്റവും വലിയ ഫിത്ന അവനെ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അവൻ വാദിക്കുന്നത് അവനാണ് റബ്ബ് എന്നാണ്. ഇറാനിലെ അസ്ഫാനിൽ നിന്നാണ് മസീഹ് ദജ്ജാലിൻ്റെ രംഗപ്രവേശനം ഉണ്ടാവുക. അവിടെ നിന്ന് തന്നെ 70,000 യഹൂദന്മാർ അവൻ്റെ കൂടെ ഉണ്ടാകും. ലോകത്ത് അവൻ്റെ കൂടെ ലോക ജനതയിൽ അവൻ്റെ പുറകെ കൂടുന്നവരിൽ ഏറ്റവും കൂടുതൽ
യഹൂദന്മാരും അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീകളുമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് അവനാണ് ദൈവം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ്റെ പുറകെ ആളുകൾ കൂടുന്നത്. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ആകാശത്തോട് പറയും മഴ വർഷിപ്പിക്കാൻ, അപ്പോൾ മഴ പെയ്യും. ഭൂമിയോട് പറയും നീ നിൻ്റെ അകത്തൊളിപ്പിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ ഖജനാവുകളും പുറത്തേക്ക് കൊണ്ടുവരൂ. സ്വർണവും വെള്ളിയും പുറത്തെടുക്കും. ഭൂമിയിൽ നിന്നുള്ള ചെടികൾ അവൻ മുളപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവൻ തന്നെയാണ് റബ്ബ്. ആളുകളെ കൊല്ലും എന്നിട്ട് ജീവിപ്പിക്കും. അതൊക്കെ യഥാർത്ഥത്തിൽ അവൻ്റെ മാജിക്കുകളാണ്. ഇതിനൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇറക്കം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരനെ സംബന്ധിച്ച് അല്ലാഹു വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, ഖിയാമത്ത് നാളിന് മുമ്പുള്ള ഒരു അടയാളമാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഖിയാമത്ത് നാളിന് മുമ്പായി ഈസാ നബി ഇസ്ലാം ഇറങ്ങുകയും ദജ്ജാലിനെ കൊല്ലുകയും കുരിശ് തകർക്കുകയും ഭൂമിയിൽ ഇസ്ലാം ദീൻ നടപ്പാക്കുകയും ചെയ്യും. അതുമായിട്ടാണ് മുഴുവൻ പ്രവാചകന്മാരും നിയോഗിച്ചിട്ടുള്ളത് സത്യദീനുമായിട്ടാണ്. ആ സത്യദീനാണ് ഇസ്ലാം ദീൻ. അതിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൻ്റെ പ്രവാചകൻ തന്നെയായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമും. അദ്ദേഹം നടപ്പാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ചുള്ള ദീനായിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞത് വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനുന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ. ഖിയാമത്ത് നാളിന് മുമ്പ് ക്രൈസ്തവന്മാരും യഹൂദന്മാരും അദ്ദേഹത്തിൽ വിശ്വസിക്കാതിരിക്കുകയില്ല. അന്ന് ബാക്കിയുള്ള മുഴുവൻ വേദക്കാരായ ആളുകളും ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയും മുസ്ലിങ്ങളായി മാറുകയും ചെയ്ത് അള്ളാഹു തന്നെ ഖുർആനിൽ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്നത് മസീഹ് ദജ്ജാലിനെ വധിക്കുകയാണ്. പിന്നീട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ലോകം മുഴുവൻ ഒരു വിഭാഗം ആരാധിക്കുന്ന കുരിശുകൾ മുഴുവൻ തകർക്കും, പന്നികളെ കൊല്ലും, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അദ്ദേഹം ഭരണം നടത്തും 40 വർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭരണകാലത്ത് ലോകം മുഴുവൻ സമൃദ്ധിയിൽ ആറാടുമെന്നാണ്. സ്വർണവും വെള്ളിയും സ്വീകരിക്കാൻ ആളുണ്ടായിരിക്കുകയില്ല. നല്ല ഭംഗിയുള്ള കുതിരയെയും ഒട്ടകത്തിൻ്റെയൊക്കെ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്താൽ ആരും അത് വാങ്ങാനുണ്ടായിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിഹായ ഹദീസിൽ വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു അടയാളമാണ് യഅജൂജ് മഅജൂജിൻ്റെ പുറപ്പാട്. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നത് ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ വഖതറബൽ വഅദുൽ ഹഖ് ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു. യഅജൂജ് മഅജൂജ് വിഭാഗങ്ങൾ തുറന്നുവിടപ്പെട്ടാൽ അവർ മുഴുവൻ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മാനവരാശിക്കെതിരെ അലയടിച്ചു വരികയാണ്. അവർ പോകുന്ന വഴിയിലുള്ള നദികൾ അവർ കുടിച്ചു തീർക്കുമെന്നാണ്. മനുഷ്യന്മാരെ വ്യാപകമായി കൊന്നൊടുക്കിക്കൊണ്ട് രക്തപ്പുഴ ഒരുക്കിക്കൊണ്ടാണ് അവരുടെ മുന്നേറ്റം ഉണ്ടാവുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ പറ്റും. അവരുടെ വിശേഷണങ്ങളും ഹദീസുകളിൽ കാണാൻ പറ്റും. അഞ്ചാമത്തെ അടയാളം ഹദ്മുൽ കഅബ വസൽബു ഹുലിയിഹ. കഅബ തകർത്ത് അതിൻ്റെ കെല്ലിയൊക്കെ ഊരി അതിനുള്ളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഒരു കാലഘട്ടം. കഅബ മുസ്ലിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. ഒരാളും ആരാധന ചെയ്യാതെ കഅബ തകർക്കപ്പെടുകയും എത്യോപ്യയിൽ നിന്നുള്ള ദുസ്സുവൈഖത്തൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കഅബയെ അവൻ്റെ മിഅ്വൽ കൊണ്ട് മഴ കൊണ്ട് തച്ചു തകർക്കുന്നത് എന്ന ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇമാം മുസ്ലിം ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ആറാമത്തെ അടയാളം അദ്ദുഖാൻ, പുകയാണ്. ഫർതഖിബ് യൗമ തഅതിസ്സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ശന്നാസ ഹാദാ അദാബുൻ അലീം. ഖിയാമത്ത് നാളിന് മുന്നോടിയായി ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന ഒരു പുക, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറയുകയാണ്. ഏഴാമത്തെ അടയാളങ്ങളിൽ പെട്ടതാണ് ഖുർആൻ ഉയർത്തപ്പെടുന്നത്. എട്ടാമത്തേത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി ലാ തൻകത്തി തൗബ ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് തികച്ച് ഉദിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ, മരണവിപ്രാളം സംഭവിക്കുന്നതുവരെ തൗബയുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്താപം അവസാനിച്ചു. പത്താമത്തെ അടയാളം ദാബത്തുൽ അർദ് വൈദാ വകഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർദി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യുഖിനൂൻ. ദാബത്തുൽ അർദ് പുറപ്പെട്ട് മനുഷ്യന്മാരുടെ നെറ്റിയിൽ കാഫിറാണ് എന്ന് അടയാളം വെക്കുന്ന സംഭവം. അതേപോലെ തന്നെ അവസാനമായിക്കൊണ്ട് ഏദനിൽ നിന്ന്, യമനിലെ ഏദൻസിൽ നിന്ന് പുറപ്പെടുന്ന ആ തീ, അതാണ് ആളുകളെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്. ഇതൊക്കെയാണ്
ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. ഇവയെല്ലാം വളരെ ചുരുക്കിയാണ് വായിക്കേണ്ടായത്. വിശദമായി പഠിക്കുകയും നമ്മളുടെ ഈമാനിൻ്റെ വർധനവിന് ഉതകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.